ഹായ് എവരിവൺ. നമ്മൾ വോളിയം ബൈ സ്ലൈസ് മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് വോളിയം ബൈ സ്ലൈസ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. വോളിയംസ് ഒരു സ്ലൈസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കാണാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താണ് വോളിയം ബൈ സ്ലൈസ് മെത്തേഡ് പറയാം. ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ നമ്മൾ സ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ലൈസായിട്ട് മുറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ്, ആ ഉരുളക്കിഴങ്ങ് സ്ലൈസായിട്ട് മുറിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ സ്ലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, അങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വോളിയം കാണുന്നതിനാണ് നമ്മൾ വോളിയം ബൈ സ്ലൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഓരോന്നിലും 0 to π ഒരു ഇൻ്റർവെല്ല്, അതുപോലെ 0 to 1 ഒരു ഇൻ്റർവെല്ല്, അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഈ സ്ലൈസ് ചെയ്തതിനെ മൊത്തം ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം പ്ലസ് ഈ ഭാഗം പ്ലസ് ഈ ഭാഗം പ്ലസ് ഈ ഭാഗം സം ചെയ്യാണ്. ഈ സം ചെയ്യുന്നേക്കാളും നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇൻ്റഗ്രേഷൻ എവിടുന്ന് A to B, എവിടുന്ന് എവിടേക്കാണോ നമ്മളുടെ ലിമിറ്റ്, പിന്നെന്താ സ്ലൈസിൽ f(x). ഈ എല്ലാ സ്ലൈസിലും ഒരേ ഇക്വേഷനാവും വരിക. ഓക്കെ, അപ്പോൾ ഒരു സ്ലൈസിൽ f(x = x) ആണെങ്കിൽ എല്ലാ സ്ലൈസിലും ഒരേ ഇക്വേഷനാണ് വരിക. അപ്പോൾ f(x dx) എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യും. അപ്പോൾ വോളിയം ബൈ സ്ലൈസ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ നമുക്കറിയാം. വോളിയം = ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഏരിയനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ A എന്നും ഹൈറ്റിന് നമ്മൾ H എന്നുമാണ്. അപ്പോൾ വോളിയം = ഏരിയ ഇൻറ്റു ഹൈറ്റ്. അത് എന്തിലാണ്, സിലിണ്ടറിക്കൽ സോളിഡിൻ്റെ വോളിയമാണ്. സിലിണ്ടറിക്കൽ സോളിഡിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. This equation forms the basis for definition of the volumes of many solids that are not cylindrical by the method of slicing. അതായത് സോളിഡ് അല്ലാതെ കിട്ടുന്ന ഇതിൻ്റെ നമുക്ക് ഒരു രൂപങ്ങളുടെ ഓരോ സിലിണ്ടറിക്കൽ അല്ലാത്ത രൂപങ്ങളുടെ വോളിയം നമുക്ക് സ്ലൈസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്നത്. ഓക്കെ, അതിനാണ് മെത്തേഡ് ഓഫ് സ്ലൈസിങ് എന്ന് പറയാം. ടു ഫൈൻഡ് ദി വോളിയം ഓഫ് എ സോളിഡ് റീജിയൻ വി ഇമാജിൻ ഇറ്റ് ടു ബി സ്ലൈസ്ഡ് ബൈ എ ഫാമിലി ഓഫ് പാരലൽ പ്ലെയിൻസ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ പഠിക്കാം. ഓക്കെ, മെത്തേഡ് ഓഫ് സ്ലൈസിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സിലിണ്ടറിക്കലിൻ്റെ വോളിയം എന്താണ്, വോളിയം = ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അങ്ങനെ സിലിണ്ടറിക്കൽ അല്ലാത്ത കേസിലും, സിലിണ്ടറിക്കൽ എല്ലാത്തിൻ്റെയും ഷേപ്പ് സിലിണ്ടറിക്കൽ ആവണമെന്നില്ല. അപ്പോൾ സിലിണ്ടറിക്കൽ അല്ലാത്തതിൻ്റെയും വോളിയം നമുക്ക്, സോളിഡ്സിൻ്റെയും വോളിയം നമുക്ക് കണ്ടെത്താം. അങ്ങനെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, മെത്തേഡ് ഓഫ് സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതേപോലെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു സിലിണ്ടറിക്കൽ ബോർഡ് എങ്ങനെയാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ലൈസ് ചെയ്ത ഭാഗമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. സ്ലൈസ് മെത്തേഡിൻ്റെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും സ്ലൈസ് മെത്തേഡ് എന്താണെന്ന്. അപ്പോൾ സ്ലൈസ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടതാണ്, ലെറ്റ് S be a solid and Px be a family of parallel planes. Px പറഞ്ഞാൽ ഫാമിലി ഓഫ് പാരലൽ പ്ലെയിൻസ് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുക എത്ര പാരലൽ പ്ലെയിൻസ് ഉണ്ട്, 1 2 3 4. ഓക്കെ, അപ്പോൾ അതാണ് ഫാമിലി ഓഫ് പാരലൽ പ്ലെയിൻസ്. അതായത് നമ്മളൊരു സിലിണ്ടറിനെ എത്ര സ്ലൈസ് ആയിട്ട് മുറിക്കുന്നു അതിൻ്റെ ഫാമിലിയാണ് എന്ത് പറഞ്ഞത്, Px പറഞ്ഞത്. ഓക്കെ, അപ്പോൾ S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ്, Px പറഞ്ഞാൽ ഫാമിലി ഓഫ് പാരലൽ പ്ലെയിൻസ്. അങ്ങനെയാണെങ്കിൽ S ലൈസ് ബിറ്റ്വീൻ PA ആൻഡ് PB. AB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AB എന്ന് പറഞ്ഞാൽ ലിമിറ്റ് പോയിന്റ്. അപ്പോൾ S എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, PAൻ്റെയും PBൻ്റെയും ഇടയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ നോക്കുക, ഇപ്പോൾ S ഫസ്റ്റ് A എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്, B എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. അപ്പോൾ PAയും PBയും ആണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, PAയും PBയും. അപ്പോൾ PAൻ്റെയും PBൻ്റെയും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, S ലൈസ് ചെയ്യുന്നത്. ഓക്കെ, PAൻ്റെയും PBൻ്റെയും ഇടയിലാണ് S ലൈസ് ചെയ്യുന്നത്. ദി ഏരിയ ഓഫ് ദി സ്ലൈസ് ഓഫ് S കട്ട് ബൈ Px ഈസ് A of x, ദെൻ ദി വോളിയം ഓഫ് S ഈസ് ഈക്വൽ ടു. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത Sൻ്റെ, Px ആയിട്ട് കട്ട് ചെയ്ത Sൻ്റെ ഏരിയയാണ് നമ്മൾ A of x എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ then the volume of S is equal to integration A to B A of x dx. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ. ദെൻ നെക്സ്റ്റ് ഈ സോളിഡ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യേണ്ടതാണ് അടുത്ത് പറഞ്ഞത്. സ്റ്റെപ്പ് 1, സ്കെച്ച് ദി സോളിഡ് ആൻഡ് ടൈപ്പിക്കൽ ക്രോസ് സെക്ഷൻ. അപ്പോൾ നമുക്ക് ഏത് സോളിഡിൻ്റെ വോളിയാണോ കണ്ടെത്തേണ്ടത്, അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സോളിഡ് ഒന്ന് സ്കെച്ച് ചെയ്യാം.
ആൻഡ് ടൈപ്പിക്കൽ ക്രോസ് സെക്ഷൻ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഫൈൻഡ് ദി ഫോർമുല ഫോർ എ ഓഫ് എക്സ്. നെക്സ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടത് അതിന്റെ എ ഓഫ് എക്സിന്റെ ഏരിയയുടെ ഫോർമുലയാണ്. ദെൻ ദി ഏരിയ ഓഫ് ടൈപ്പിക്കൽ ക്രോസ് സെക്ഷൻ, അതേപോലെ എന്ത് ചെയ്യണം, ടൈപ്പിക്കൽ ക്രോസ് സെക്ഷന്റെയും ഏരിയ കണ്ടെത്താം. ദെൻ ഫൈൻഡ് ദി ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ചെയ്യാനുള്ള ലിമിറ്റ് കണ്ടെത്താം. ദെൻ ഇന്റഗ്രേറ്റ് എ ഓഫ് എക്സ് യൂസിങ് ദി ഫണ്ടമെന്റൽ തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 4 സ്റ്റെപ്സും ഇമ്പോർട്ടൻ്റ് ആണ്. വോളിയം ഓഫ് സോളിഡ് സ്ലൈസിങ് മെത്തേഡിൽ നമ്മൾ സോളിഡിന്റെ വോളിയം കണ്ടെത്താൻ ആ മെത്തേഡ് അല്ല സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതും. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി വോളിയം ഓഫ് എ ബോൾ ഓഫ് റേഡിയസ് r. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, ബോൾ ഓഫ് റേഡിയസ് r ആണ്. അപ്പോൾ നമുക്ക് ഒരു ബോൾ, ഇതപ്പോൾ ഈ ഒരു ബോൾ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാണ് ബോള്, റേഡിയസ് r എന്നാണ് പറഞ്ഞത്. സോറി, ഇതാണ് ഇവിടെ ബോളായിട്ട് വന്നിരിക്കുന്നത്. റേഡിയസ് r ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ബോളായിട്ട് വന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറഞ്ഞത് ഇത് 6 ആണ്. സോറി, ഇത് 6 ആണ് വന്നിരിക്കുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ജസ്റ്റ് സ്ലൈസ് ചെയ്യണം. സ്ലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ബോളിനെ സ്ലൈസ് ചെയ്തത് ഒന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു സ്ലൈസിങ് മെത്തേഡ് ഈ പാരലൽ ലൈൻ യൂസ് ചെയ്തിട്ട്, നമ്മൾ ഫസ്റ്റ് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ എത്ര സ്ലൈസിങ് വരും, ഒരു 2-3 എണ്ണം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്ലൈസിങ്ങിനെ ഒറ്റ സ്ലൈസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് ആണ്, ഇവിടെ എക്സ് ആണ് ഇവിടെ വരുന്നത്, ബേസ് ആയിട്ട് എക്സ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും, നമ്മൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് √r² + x² എന്ന് വരും. ഓക്കെ, ദെൻ നിങ്ങൾ നോക്കുക, ലെറ്റ് ദി പ്ലെയിൻ P0 പാസ് ത്രൂ ദി സെന്റർ ഓഫ് ദി ബോൾ. ബോളിന്റെ സെന്ററിലൂടെയാണ് P0 എന്ന് പറഞ്ഞ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് പോകുന്നത്. ദി ബോൾ ലൈസ് ബിറ്റ്വീൻ P of -r ആൻഡ് P of r. അപ്പോൾ ഇവിടെ ഇതിന്റെ റേഡിയസ് 6 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെന്ററിൽ നിന്ന് ഇത് വരെയുള്ള ദൂരം 6 ആണ്. അതേപോലെ ഇവിടുന്ന് ഇത് വരെയുള്ള ദൂരം -6 ആണ്, 0ന്റെ ഇടയിൽ. അപ്പോൾ P0 പാസ് ചെയ്യുന്നത് സെന്ററിലൂടെയാണ്, ആ ബോളിന്റെ സെന്ററിലൂടെയാണ്. P-r-ഉം P-r-ഉം അതാണ് എന്ത് ചെയ്യുന്നത്, ബോൾ ലൈസ് ചെയ്യുന്നത്. P-r-ഉം ആൻഡ് P-r ആൻഡ് സ്ലൈസ് Rx ഈസ് എ ഡിസ്ക് ഓഫ് റേഡിയസ് r² - x² all ratio 1/2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഡിസ്ക് എടുത്തു. ഈ ബോളിന്റെ ഉള്ളിൽ ഈ ഒരു ഇങ്ങനെ വെച്ചിട്ടില്ലേ, ഒരു ഡാർക്ക് കളറിൽ, അതാണ് അവിടെ ഡിസ്ക് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ടില്ല, ഈ ഡാർക്ക് കളറിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ഡിസ്ക് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയാം, ആ ഒരു ഡിസ്കിന്റെ രൂപത്തിലല്ലേ നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ ഒരു ബോൾ എന്ന് പറയുമ്പോൾ വട്ടത്തിലുള്ള ഒരു ബോളിനെ നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡിസ്ക് കിട്ടും. അങ്ങനെ നമ്മൾ സ്ലൈസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, ഒരു ഡിസ്ക് ആണ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സ്ലൈസ് Rx, ഡിസ്കിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, πr² ആണ്. സോ എ ഓഫ് എക്സ് ഈക്വൽ ടു π × r². റേഡിയസ് സ്ക്വയർ എന്നാണ്. അപ്പോൾ റേഡിയസ് എന്താ, ആ ഡിസ്കിന്റെ റേഡിയസ് ആണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ കിടക്കുകയാണ്, ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണ്, 6 ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. ഇത് സർക്കിളിന്റെ റേഡിയസ് 6 ആണ്, ഇത് എക്സ് ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസ്ക് രൂപത്തിലാണ് കിട്ടുക. ഈ ഡിസ്കിന്റെ റേഡിയസ് പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ്. ഓക്കെ, ഇത്രയും ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇത് 6ഉം ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും വരിക, √r² - x² ആണ്. സോ റേഡിയസ് സ്ക്വയർ പറഞ്ഞാൽ √r² - x² all². സോ നമുക്ക് റൂട്ട് പോവും. ദെൻ π × r² - x² വരും. ഇനി നമ്മളുടെ ഇവിടുത്തെ അടുത്ത ലിമിറ്റ് ആണ്. ലിമിറ്റ് എന്താ, -r to r. So b equal to integration -r to r a of x dx. That's equal to -r to r π × r² - x² dx. That's equal to നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. പൈ ഒരു കോൺസ്റ്റന്റ് ആണ്, സോ അതിന് പുറത്തെടുക്കുക. r² വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ r² x - x³/3 എന്ന് വരും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 4/3 πr³. നമ്മൾ പഠിച്ചിട്ടുണ്ട് വോളിയം ഓഫ് എ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 4/3 πr³ ആണ്. ഓക്കെ, then next, a pyramid 3 meter high has a square base that is 3 meter on side. The cross section of the pyramid perpendicular to the altitude x meter down from the vertex is a square x meter on a side. Find the volume of the pyramid. അപ്പോൾ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു രൂപത്തിലാവും ഉണ്ടാവുക. ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, സ്ക്വയർ ആണ് വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ പിരമിഡ് ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, അടിഭാഗം സ്ക്വയർ ആയിട്ടാണ് വരിക. അപ്പോൾ സ്ക്വയർ ആയിട്ട് വരുമ്പോൾ ഏകദേശം ഈ പോലത്തെ പിക്ചർ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻറ്റർ ഇപ്പോൾ പിരമിഡിൽ ഇത് എന്താ പറഞ്ഞിട്ടുണ്ട്, 3 മീറ്റർ ആണ് അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 മീറ്റർ ഹൈറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം 3 മീറ്റർ ഹൈറ്റും ഈ ഭാഗം 3 മീറ്റർ ബേസും വരും. then നോക്കുക, the cross section at x is a square with length of side x meter and hence its area is given by a of x equal to x square. Okay,
സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എക്സ് സ്ക്വയറാണ്. സോ എ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് ഇസ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി സ്ക്വയർ ഫ്രം ദി വേർട്ടെക്സ്. നമ്മൾ എന്താണ് നമ്മൾ നോക്കുന്നത് മൊത്തം കോണിൻ്റെ അല്ല, നമ്മൾ നോക്കുന്നത് ആ ക്രോസ് സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ഷേപ്പ് കിട്ടുന്നത് അതിൻ്റെ ഏരിയയാണ് നോക്കുന്നത്. നേരത്തെ പ്രോബ്ലത്തിൽ എന്താണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് ബോളാണ്, പക്ഷെ നമുക്ക് സ്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്ക്കാണ്. ഡിസ്കിൻ്റെ ഏരിയ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അതേപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, സർക്കിളിൻ്റെ ഏരിയ എടുത്തു. അപ്പോൾ നിങ്ങൾ ഇവിടെ നമുക്ക് എന്താണ് ലിമിറ്റ് നോക്കണം. ലിമിറ്റ് ഒറിജിനിൽ നിന്നാണ്, സെൻറ്ററിൽ നിന്ന് 3 ആണ് വരുന്നത്. അപ്പോൾ 0 to 3 ആണ് ഇവിടെ ലിമിറ്റ് വരിക. വോളിയം ഓഫ് ദ പിരമിഡ് ഈക്വൽ ടു 0 to 3 a of x dx. So integration 0 to 3 x square dx. x square നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 9 meter cube എന്ന് വരും. ഓക്കെ. Then next, the solid lies between the planes perpendicular to the x-axis at x equal to 0 and x equal to 4. The cross sections perpendicular to the axis on the interval 0 less than or equal to x less than or equal to 4 are squares whose diagonals run from the parabola y equal to minus root x to the parabola y equal to root x. Find the volume of the solid. Then നോക്കാം. നമുക്ക് പെർപെൻഡിക്കുലർ ക്രോസ് സെക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. 0 to 4 എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലാണ് വരുന്നത്. അപ്പോൾ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡയഗണൽസ് റൺ ഫ്രം ദി പരാബോള y ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ പരാബോളയിലൂടെയാണ് പോകുന്നത്. സോ പരാബോള y ഈക്വൽ ടു മൈനസ് റൂട്ട് എക്സും വരും, y ഈക്വൽ ടു എന്ത് വരും, റൂട്ട് എക്സും വരും. ഓക്കെ, y ഈക്വൽ ടു മൈനസ് റൂട്ട് എക്സും y ഈക്വൽ ടു റൂട്ട് എക്സും. ദെൻ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി ഡയഗണൽ d ഓഫ് എ ടൈപ്പിക്കൽ ക്രോസ് സെക്ഷൻ അറ്റ് എക്സ് ഈസ് d ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ്. അതായത് ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദി ഡയഗണൽ. അപ്പോൾ ഈ ഒരു സൈഡിൽ മൈനസ് റൂട്ട് എക്സും ഈ ഒരു സൈഡിൽ റൂട്ട് എക്സും. സോ രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്താലാണ് എന്ത് വരിക, അതിൻ്റെ ഡിസ്റ്റൻസ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ലെങ്ത് ഇതിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ എന്ത് എക്സ് നോട്ട് മൈനസ് വൈ നോട്ടും ചെയ്താൽ മതി. എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് വൈ നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ അത് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. സോ റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2 റൂട്ട് എക്സ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇവിടെ ഏരിയ കണ്ടെത്തുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, പരാബോളയാണ് വരുന്നത്. പരാബോളയുടെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 d സ്ക്വയർ. ഡയഗണൽസ് കണ്ടെത്തണം, അതിനാണ് നമ്മളിവിടെ d കണ്ടെത്തിയത്. ഓക്കെ, a of x ഈക്വൽ ടു 1/2 d സ്ക്വയർ. സോ ഇത് ഈക്വൽ ടു 1/2 into 2 റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 2x. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സോളിഡ് ലൈസ് ബിറ്റ്വീൻ 0 and 4ന്റെ ഇടയിലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെർഫോർ വോളിയം ഓഫ് ദി സോളിഡ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ 0 to 4 a of x dx. ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ 0 to 4 2x dx. അതിന് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 16 ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. ഹായ്, നമ്മൾ അടുത്ത പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. എ കർവ്ഡ് വെഡ്ജ് ഇസ് എ കട്ട് ഫ്രം എ സിലിണ്ടർ ഓഫ് റേഡിയസ് 3 by 2 planes. One plane is perpendicular to the axis of the cylinder. The second plane crosses the first plane at a 45-degree angle at the center of the cylinder. Find the volume of the wedge. അതായത് നമ്മളോട് ഒരു കേർവ്ഡ് വെഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോഹം ആ ലോഹം നമുക്ക് കേർവ്ഡ്, അതായത് വളഞ്ഞിട്ടുള്ളൊരു ലോഹത്തകിട് അല്ലെങ്കിൽ ഒരു ലോഹത്തിൻ്റെ ഒരു രൂപം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എവിടെ നിന്ന്, സിലിണ്ടറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓഫ് റേഡിയസ് 3 ആയിട്ടുള്ളതാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ബൈ 2 planes ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 plane perpendicular to the axis of the cylinder. ഒരു പ്ലെയിൻ എന്താ, സിലിണ്ടറിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ്. സെക്കൻഡ് പ്ലെയിൻ ക്രോസസ് ദി ഫസ്റ്റ് പ്ലെയിൻ അറ്റ് എ 45-degree ആംഗിൾ. അപ്പോൾ ഒരു പ്ലെയിന് നമ്മൾ കട്ട് ചെയ്തു. ആ പ്ലെയിനിന് 45-degree ആംഗിളിലാണ് എന്തുണ്ടാവുക, സെക്കൻഡ് പ്ലെയിന് ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സിലിണ്ടർ. അങ്ങനെയാണെങ്കിൽ എന്താ പറയണത്, ഫൈൻഡ് ദി വോളിയം ഓഫ് ദി വെഡ്ജിൻ്റെ വോളിയം, അതായത് ആ ലോഹത്തിൻ്റെ വോളിയം എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ രൂപം. ഇപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ രൂപമാണ്. ആ സിലിണ്ടറിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്, 1 plane is perpendicular to the axis of the cylinder. ആ ഒരു സിലിണ്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ സിലിണ്ടർ ഇപ്പം എങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പീസ് കിട്ടി. പിന്നെ എന്താ പറഞ്ഞത്, സെക്കൻഡ് പ്ലെയിന് ക്രോസസ് ദി ഫസ്റ്റ് പ്ലെയിൻ അറ്റ് എ 45-degree ആംഗിൾ. 45-degree ആംഗിളിൽ സെക്കൻഡ് പ്ലെയിൻ, അപ്പോൾ അത് എന്ത് വരും, ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, 45-degree ആംഗിളിൽ കട്ട് ചെയ്തെടുക്കുക. സോറി, ഇത് 90-degree അല്ലേ, ജസ്റ്റ് 45-degree ആംഗിളിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് 45-degree. അപ്പോൾ നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സിലിണ്ടറിനെ നമ്മൾ കട്ട് ചെയ്തതാണ്. ഇതാ 45-degree ആംഗിളിൽ കട്ട് ചെയ്തത് കാണിക്കുന്നത്. അപ്പോൾ റേഡിയസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്
എന്താ 3 ആണ്. ഓക്കെ, അപ്പോൾ ബേസിസ് എക്സ് ആണ്. ഇവിടെ എക്സ് ആക്സിസ് ആയാലും വൈ ആക്സിസ് ആയാലും എല്ലാം എക്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എക്സ് വൈ എന്നില്ല. നിങ്ങൾ നോക്കുക, നമുക്ക് 2 ക്രോസ് സെക്ഷൻസ് വരും. ഒരു ക്രോസ് സെക്ഷൻ എന്താണ്, ഒരു സിലിണ്ടറിൻ്റെ ഒരു സെമി സർക്കിളാണ് വരുന്നത്. ഒരു ക്രോസ് സെക്ഷൻ പറഞ്ഞാൽ സെമി സർക്കിളാണ്, അതായത് ഇത്രയും ഭാഗം, ഈ ഒരു ഭാഗം സെമി സർക്കിളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ അറിയാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിൽ എക്സ് എന്ന് പറഞ്ഞാലും വൈ എന്ന് പറഞ്ഞാലും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, എക്സ് സ്ക്വയർ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, എക്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 6 പറഞ്ഞ ഇവിടെ എന്താ 3 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം നമ്മൾ വൈ ആക്സിസിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, എക്സ് തന്നെ കൊടുക്കുന്നത്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. ദെൻ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, എക്സ് സ്ക്വയർ ഈക്വൽ ടു √9 മൈനസ് എക്സ് സ്ക്വയർ. then x equal to plus or minus root of 9 minus x square വരും. അപ്പോൾ ആക്സിസ് എക്സ് കോമ -9 മൈനസ് റൂട്ട് എക്സ് സ്ക്വയർ, സോറി എക്സ് മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ്. അതിൻ്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് വരും, എക്സ് കോമ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇത് പോസിറ്റീവ് -9 റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയറും, ഇത് നെഗറ്റീവ് -റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയറും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ എന്തായിരിക്കും, പോസിറ്റീവ്. അങ്ങനെ 2 ആക്സിസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ആക്സിസ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ മൊത്തം ഡിസ്റ്റൻസ്, അതായത് ഇവിടുന്ന് ഈ ഒരു ലൈനിൻ്റെ മൊത്തം ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, -റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ആണ്, ഇവിടെ എന്താണ് √9 മൈനസ് എക്സ് സ്ക്വയർ ആണ്. 2 ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഈ ടൈപ്പിക്ക് ക്രോസ് സെക്ഷൻ ഓഫ് ദി വെഡ്ജ് പെർപെൻഡിക്കുലർ ടു ദി എക്സ് ആക്സിസ് ഇസ് എ റെക്ടാങ്കിൾ വിത്ത് ഇറ്റ്സ് വൺ സൈഡ് റൺ ഫ്രം ദി സെമി സർക്കിൾ. അതായത് ഇതൊരു റെക്ടാങ്കിൾ, നിങ്ങൾ ഈ പിക്ചർ നോക്കാം കേട്ടോ. അതായത് ഒരു റെക്റ്റാങ്കിളാണ് ഇത് വരുന്നത്, ഈ റെക്റ്റാങ്കിളിൻ്റെ മേലെ എന്താണ്, ഒരു സെമി സർക്കിൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് പിക്ചർ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് കാണില്ലേ, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ, ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു സെമി സർക്കിൾ വെച്ചതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെമി സർക്കിളിൻ്റെ നമ്മൾ കണ്ടെത്തി. ഒരു സൈഡിൽ y ഈക്വൽ ടു -റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ എന്നും, ഒരു സൈഡ് എന്താ y ഈക്വൽ ടു √9 മൈനസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി ടൈപ്പിക്കൽ റെക്റ്റാങ്കിൾ, അങ്ങനെയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്തായിരിക്കും, ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഇതാ, ഇവിടെ ഈ ഒരു പോയിൻ്റാണ് എന്ത്, എക്സ് കോമ -റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. ഈ ഒരു പോയിന്റ് എക്സ് കോമ √9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇതെന്താണ്, റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആണ് അല്ലേ, റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആണ്. ആ ഒരു ഡിസ്റ്റൻസ് എന്താ വരിക, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുക. സോ √9 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് √9 മൈനസ് എക്സ് സ്ക്വയർ. സോ നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 2√9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അതാണ് നമുക്ക് എന്ത് കിട്ടിയത്, റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഏരിയ കണ്ടെത്തണം. ഏരിയ കണ്ടെത്തുന്നതിനേക്കാളും മുന്നേ റെക്റ്റാങ്കിളിൻ്റെ എന്ത് കണ്ടെത്തണം, ഏരിയ കണ്ടെത്തണം. ഇതിൽ മെയിനായിട്ട് വരുന്നത് റെക്റ്റാങ്കിളാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അത് നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താൻ എന്താ നമുക്കറിയാം, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്ക് ലെങ്ത് കിട്ടിയിട്ടുണ്ട് 2 × √9 മൈനസ് എക്സ് സ്ക്വയർ ആണെന്ന്. ഇനി ബ്രെഡ്ത്ത് നോക്കാം. ബ്രെഡ്ത്ത് എവിടെ, ബ്രെഡ്ത്ത് എന്താ ഇതിൽ, ഇതാണ് ബ്രെഡ്ത്ത് വരുന്നത്, ഈ ഒരു ഭാഗമാണ് ബ്രെഡ്ത്ത് വരുന്നത്. അതിലെന്താ, എക്സ് ആണ്. സോ 2 × √9 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ 2x × √9 മൈനസ് എക്സ് സ്ക്വയർ. പിന്നെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേരി ചെയ്യുക, 0 to 3 ആണ്. ദെൻ വോളിയം ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ 0 to 3 a of x dx. ദാറ്റ്സ് ഈക്വൽ ടു a of x പറഞ്ഞാൽ 2x √9 മൈനസ് എക്സ് സ്ക്വയർ, ദെൻ 2x √9 മൈനസ് എക്സ് സ്ക്വയർ dx. ഇപ്പോൾ ഇതിന് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ 2 വേരിയബിൾ വരുന്നുണ്ട്, എക്സിൽ 2 വേരിയബിൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, √9 മൈനസ് എക്സ് സ്ക്വയർ നമ്മൾ എന്ത് കൊടുക്കുക, u എന്ന് പുട്ട് ചെയ്യാം. ഓക്കെ, u എന്ന് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇതിനിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 9 0 ആയി പോകും. ഇവിടെ -2x dx ഈക്വൽ ടു du എന്ന് വരും. അപ്പോൾ മൈനസിന് അപ്പുറത്ത് കൊണ്ടുപോയി. സോ 2x dx ഈക്വൽ ടു -du എന്ന് വരും. ദെൻ എക്സിൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ വാല്യൂ എന്താ വരിക, 9 മൈനസ് 0 സ്ക്വയർ, സോ 9 വരും. ആൻഡ് എക്സ് ഈക്വൽ ടു 3. എക്സിൻ്റെ, അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ എക്സ് അല്ല യുവിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യുവിൻ്റെ എക്സിൻ്റെ വേരിയബിൾ ഏതാണോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, യുവിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ എക്സ് ഈക്വൽ ടു 3 എന്ന് കൊടുത്താൽ യു എന്ത് വരും, 0 എന്ന് വരും. ഓക്കെ, അതായത് 9 മൈനസ് എക്സിൻ്റെ സ്ഥലത്ത് 3 കൊടുക്കുക. അപ്പോൾ 3 സ്ക്വയർ പറഞ്ഞാൽ 9 വരും. 9 മൈനസ് 9 0 എന്ന് വരും.
ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റഗ്രേഷൻ 0 to 3 2x ഇൻറ്റു റൂട്ട് ഓഫ് 9 - x സ്ക്വയറിൽ ഈ 9 - x സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തു, യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ റൂട്ട് യു ഇൻറ്റു മൈനസ് ഡി യു. ദെൻ റൂട്ട് ഡി യു അതായത് 0 to 9 ആണ്. സോ 9 to 0 ആണ് മൈനസ് വരിക. ഇത് തിരിച്ചെഴുതുമ്പോൾ എന്ത് വരും, 0 to 9. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇൻറ്റഗ്രേഷൻ a to b മൈനസ് എഫ് ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ ബി ടു എ എഫ് ഡി എക്സ് എന്നാണ്. ഇൻറ്റഗ്രേഷനിൽ നമ്മൾ പഠിക്കുന്നതാണ് പ്ലസ് ടുവിലൊക്കെ. അപ്പോൾ ആ ഒരു റൂൾ വെച്ചിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തു, 9 to 0 എന്ന് എഴുതിയാണ് 0 to 9 റൂട്ട് യു ഡി യു എന്ന് എഴുതി. ഇനി റൂട്ട് യുവിൻ്റെ ഇൻറ്റഗ്രേഷൻ, റൂട്ട് യു എന്ന് പറഞ്ഞാൽ എന്താ, യു റേസ് ടു 1/2. യു റേസ് ടു 1/2ൻ്റെ ഇൻറ്റഗ്രേഷൻ വരുമ്പോൾ യു റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് 1/2 പ്ലസ് 1 വരും. അതായത് യു റേസ് ടു 3/2 ഡിവൈഡഡ് 3/2 എന്ന് വരും. 0 to 9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമ്മുടെ ഫൈനൽ ആൻസർ 18 വരും. ഓക്കെ. Then next, a ball of radius r is cut into 3 pieces by parallel planes at a distance of r/3 on each side of the center. Find the volume of each piece. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ 6 വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്തു, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു ബോളാണ്, ആ ബോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, ഒരു ബോൾ കട്ട് ചെയ്തു സ്ലൈഡായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും, ഡിസ്ക്കാണ് വരിക. അപ്പോൾ ഡിസ്കിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പിക്ചറിൽ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം അതാണ്. ദെൻ അതിൽ പക്ഷേ എന്താണ്, പി മൈനസ് ആർ ടു മൈനസ് ആർ ആണ്. പി മൈനസ് ആർ ടു ആർ ആണ്. ഇവിടെ എന്താ വരുന്നത്, r/3 ആണ് വരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏരിയ ഓഫ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ πr² ആണ്. ആർ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് r² - x² ഹോൾ സ്ക്വയർ. ദെൻ π ഇൻറ്റു r² - x². ഇവിടെ ലിമിറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. അവിടെ -r to r ആണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇവിടെ എന്താണ്, -r/3 to r/3 ആണ്. r/3 a of x dx. ദെൻ a of x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 52/81 πr³ എന്ന് വരും. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വരുന്നത്, 52/81 πr². സിൻസ് ദി വോളിയം ഓഫ് ദ ബോളിൻ്റെ വോളിയം പറഞ്ഞാൽ 4/3 πr³ ആണ്. ദി വോളിയം ഓഫ് ദി റിമൈനിങ് പാർട്ട്, ബാക്കിയുള്ള പാർട്ടിൻ്റെയും കൂടി, അതായത് നമുക്കിപ്പോൾ ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്. നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ, a ball of radius 3 pieces by parallel plane at a distance of r/3 on each side of the center. Find the volume of each piece. ഓരോ പീസിൻ്റെയും വോളിയാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 52/81 ആണ് മൊത്തം വോളിയം എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഒരു ബോളിൻ്റെ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോളിൻ്റെ വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4/3 πr³ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 4/3 πr³ നിന്ന് 52/81 πr³ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 56/81 πr³ എന്ന് വരും. ഓരോ ഡിസ്കിൻ്റെയും വോളിയാണ് നമ്മളോട് കണ്ടെത്താൻ പറ്റും. ദിസ് ടു ബി ഡിവൈഡഡ് ബിറ്റ്വീൻ 2 ഔട്ട്സൈഡ് പീസസ്. ഔട്ട്സൈഡ് പീസ് 100 ആണ്. അപ്പോൾ വോളിയം നമുക്ക് എന്ത് കിട്ടി, 28/81 πr³ എന്ന് കിട്ടി. സോറി, ഇവിടെ 28 അല്ല കേട്ടോ, 56 ആണ്. അത് അവർ മാറിയതാണ്, 56/81. ഓക്കെ. അപ്പോൾ ഇവിടെ ഈച്ച് ഓഫ് ദം വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ 56 ആണ് കേട്ടോ, 28 അല്ല, 56 ആണ്. 56/81 πr³ ആണ്. 56/81 πr³ ആണ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ πr³. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ സോളിഡ് ലൈസ് ബിറ്റ്വീൻ ദി പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ടു ദി y axis at y = 0 and y = 2. The cross section perpendicular to the y axis are circular disc with the diameters running from the y axis to the parabola x = √5². നമുക്ക് എന്ത് ചെയ്യണം, ഒരു സോളിഡാണ്. ആ സോളിഡ് എവിടെ ലൈസ് ചെയ്യുന്നത്, പെർപെൻഡിക്കുലർ ടു ദി y axis, y ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് y = 0 ആൻഡ് y = 2. ദി ക്രോസ് സെക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി y axis ആർ സർക്കുലർ ഡിസ്ക്. ഈ പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്നതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കുലർ ഡിസ്ക് ആണ്. വിത്ത് ഡയമീറ്ററുള്ള സർക്കുലർ ഡിസ്ക് റണ്ണിങ് ഫ്രം ദി y axis, y ആക്സിസിലൂടെ റണ്ണിങ് ചെയ്യുന്ന സർക്കുലർ ഡിസ്ക് ആണ്. അതിൻ്റെ അതിൻ്റെ y axis എന്താണ് ചെയ്യുന്നത്, ഫ്രം ദി പാരാബോളയുടെ y ആക്സിസിലൂടെയാണ് ഈ സർക്കുലർ ഡിസ്കിൻ്റെ ക്രോസ് സെക്ഷൻ പോകുന്നത്. ഓക്കെ. അപ്പം ജസ്റ്റ് പിക്ചറൊന്നുമില്ല അതിൽ. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് ക്രോസ് സെക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി y ആക്സിസ് ആർ സർക്കുലർ ഡിസ്ക്. ക്രോസ് സെക്ഷൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നത് എന്താണ്, y ആക്സിസിലൂടെ പോകുന്ന സർക്കുലർ ഡിസ്ക് ആണ്. വിത്ത് ഡയമീറ്റർ റണ്ണിങ് ഫ്രം ദി y ആക്സിസ് ടു ദി പാരാബോള x = √5y² എന്ന് പറഞ്ഞ പാരാബോളയിലൂടെയാണ് ആ സർക്കുലർ ഡിസ്ക് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയമീറ്റർ കണ്ടെത്തണം. ഡയമീറ്റർ പറഞ്ഞാൽ √5 × y².
ഓക്കെ. ഡി ഈക്വൽ ടു √5 ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് 0 ദാറ്റ്സ് ഈക്വൽ ടു √5 വൈ സ്ക്വയർ. അതെന്താ അങ്ങനെ വരാൻ കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൈ ഈക്വൽ ടു 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, വൈ ഈക്വൽ ടു 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് മൈനസ് വൈൻ്റെ വാല്യൂ ഇപ്പോൾ 0യിൽ നമുക്ക് എന്ത് വരും, √5 വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ. ദെൻ ദെർഫോർ ദ ഏരിയ ഓഫ് ദി ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ്റെ ഏരിയ പറഞ്ഞാൽ എ ഓഫ് വൈ ഈക്വൽ ടു 1/4 പൈ ഡി സ്ക്വയർ ബൈ 4 എന്ന് വരും. പൈ ഡി സ്ക്വയർ ബൈ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 ഇൻറ്റു പൈ ഇൻറ്റു √5 വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ആൻഡ് 5/4 π/4. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, സോളിഡ് ലൈസ് ചെയ്യുന്ന വൈ ഈക്വൽ ടു 0ൻ്റെയും വൈ ഈക്വൽ ടു 2ൻ്റെയും ഇടയിലാണ്. സോ ദെർഫോർ വോളിയം ഓഫ് ദി സോളിഡ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ 0 to 2 a of y dy ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ 0 to 4 5/4 π/4 dy ദാറ്റ്സ് ഈക്വൽ ടു അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ആൻസർ 8π എന്ന് വരും. ഓക്കെ. അപ്പോൾ അതാണ് അത്രയാണ് ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പം ഞാൻ ഈ ചെയ്ത് തന്ന ആ 6 പ്രോബ്ലം തന്നെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അതൊക്കെ തന്നെ ചോദിക്കുള്ളൂ, അല്ലാതെ അതിന് മേലേക്ക് ചോദിക്കില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഞാൻ പ്രോബ്ലംസ് തന്നത് ആ ഒരു മോഡൽ മാത്രം നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഓക്കെ. താങ്ക് യു.